പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ വെള്ളച്ചാട്ടം കാണാൻ പോകണം കേട്ടോ. ഭയങ്കര തിരക്ക്, എന്താ ഒരു തിരക്കാണ് കേട്ടോ. മീൻകുട്ടിയൊന്നും കാണില്ല. അപ്പോൾ മീനുകുട്ടീനെ ഞാൻ തോണ്ടി വിളിക്കുകയാണ് കേട്ടോ. മീനുകുട്ടി തിരക്കിൽ പെട്ടിട്ട് ഭയങ്കര ഉന്തലും തള്ളലും ഒക്കെ ആയിട്ട് ടിക്കറ്റ് വാങ്ങുന്ന തിരക്കാണ് കേട്ടോ അത് കണ്ടത്. അപ്പോൾ ടിക്കറ്റൊക്കെ വാങ്ങി നമ്മൾ ഉള്ളിൽ കടന്ന് കാണാൻ എന്തൊരു ഭംഗിയാണ്, കാണാൻ സൂപ്പറായിട്ടുണ്ട്. ബട്ടർഫ്ലൈ ഫ്ലവറും ലൈറ്റും കോട്ടയും പിന്നെ പച്ചക്കിളി എന്തൊക്കെയാണെന്ന് അറിയില്ല, എന്തൊക്കെ ഒന്നും കാണാൻ പറ്റണില്ല തിരക്ക് കാരണം. ഈ ഭാഗത്ത് ആ ഭാഗത്തും ഒക്കെ പോയിട്ട് നമ്മൾ നോക്കിയതാ. പച്ചക്കിളി ഉണ്ടോ, സൂപ്പറായിട്ടുണ്ട്. ഈ തേനീച്ച എല്ലാം ഉണ്ട് കേട്ടോ. കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുമ്പോൾ നല്ല തിരക്കുണ്ട്. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്ക്. അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയൊക്കെ എത്തി കാണാൻ എന്തൊരു ഭംഗിയാണ് കേട്ടോ. വെള്ളച്ചാറിലൊക്കെ അടിച്ച് നല്ലൊരു തണുപ്പും. പിന്നെ വൈകുന്നേരത്തല്ലേ, കാണാൻ ലൈറ്റൊക്കെ ഇട്ടിട്ട് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിതൊക്കെ കണ്ടു. അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തൊന്നും പൂക്കാൻ പറ്റുന്നില്ല, അത്ര പിന്നെ തിരക്കാണ് കേട്ടോ. നമ്മൾ ഒഴിഞ്ഞ ഭാഗത്ത് നിന്നിട്ടൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങളും പോയി കാണാം കേട്ടോ, നന്നായിട്ടുണ്ട്. കുട്ടികളിലെ കളിക്കുന്ന സംഭവങ്ങളും ചന്ദ്രഊഞ്ഞാലും എല്ലാം ഉണ്ട് കേട്ടോ. ഫ്ലവർ ഷോ അപ്പുറത്താണ്. ഫ്ലവറിന് അങ്ങോട്ട് പോയില്ല. അപ്പം ഞാനും മീനുകുട്ടിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്, കുട്ടികളൊക്കെ ആയിട്ടും പോയതാണ്. കാണാനൊക്കെ നന്ന്. ഒട്ടകം, ആന, ഇതാണ് ഇതൊരു സംഭവം. കുട്ടികൾ മീനുകുട്ടി അതിനെ വിളിക്കുന്നുണ്ട്, അത് വരുന്നുണ്ട്, ചാടി കളിക്കുന്നുണ്ട്. നമ്മുടെ പാലക്കാട് നല്ല സൂപ്പറായി. ടൈറ്റാനിക്ക്, അപ്പം അതിൻ്റെ മുകളിൽ കുട്ടികളൊക്കെ കയറി കളിക്കുന്നുണ്ട്. ഞാൻ വെള്ളച്ചാട്ടം വേറെ ഒരു ഭാഗത്തും വെള്ളച്ചാട്ടം ഉണ്ട്. അപ്പം ഞാനായിരിക്കും ഒന്ന് കയറി നോക്കിയിട്ട് നല്ല നനഞ്ഞു, അങ്ങനെ നനഞ്ഞു അങ്ങോട്ട് വെള്ളച്ചാട്ടം. ഇതാണ്ടോ സൂപ്പറായിട്ട് കളർ ലൈറ്റൊക്കെ കൊടുത്തിട്ടേ അടിപൊളിയായി. ഞാൻ കയറി പോയി. എന്തോ ഞാനും മീനുകുട്ടി ഉണ്ട് കേട്ടോ. മീനുകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, മീനുകുട്ടി കുറേ ദിവസമായി നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കണേ. അപ്പോൾ അങ്ങോട്ട് പോയി ഒക്കെ കണ്ടു. അപ്പോൾ മീനുകുട്ടിക്ക് ചന്ദ്രഊഞ്ഞാലിൽ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളിത് സെറ്റ് ഇതൊക്കെ ഉണ്ടായിരുന്നു. മീനുകുട്ടി അതിൽ കിടന്നൊക്കെ നോക്കി. ഇതൊന്നും ഇരിക്കാനുള്ള സീറ്റല്ല കേട്ടോ, വിൽക്കാനുള്ളതാണ്. അപ്പോൾ ചെരുപ്പ് എല്ലാം ഉണ്ട്, ഒന്നും കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടോ ഭയങ്കര തിരക്കാണ്. ഇപ്പുറവും അപ്പുറവും ഒന്നും തിരിയാൻ പറ്റാത്ത സ്ഥിതിയാണ് നമുക്ക്. അപ്പോൾ പൊട്ടൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നു. പിന്നെ ഇതാ അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ നമുക്ക് മുളക് ബജി കുട്ടി പിന്നെ കാളനൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാളനൊന്നും വാങ്ങിക്കൊടുത്തില്ല. പിന്നെ എന്താ വാങ്ങിച്ച് വെച്ചാൽ ചില്ലി ഉള്ളി വാങ്ങിക്കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ഇതാ ബൺ മസ്ക, അത് സംഭവം ഇപ്പോഴത്തെ ബൺ മസ്ക. പിന്നെ നമ്മൾ റിങ് എറിയണ സംഭവമുണ്ട്, അതുമൊക്കെ ഒന്ന് ഇട്ട് നോക്കി. ഒരു കപ്പ് മാത്രം കിട്ടി കേട്ടോ. പിന്നെ ഇതൊരു സംഭവം, ആ കുട്ടി പേടിച്ച് നിലവിളിക്കുകയാണേ. അപ്പോൾ മീൻകുട്ടിക്ക് അതിൽ വെക്കണമെന്നുണ്ട്. അപ്പോൾ ഞാനത് വെച്ച് കൊടുത്തില്ല. അപ്പോൾ ഞാൻ ഒരു ഊഞ്ഞാലിൻ്റെ ഇരുത്താമെന്ന് പറഞ്ഞ് വന്നു. ഇപ്പോൾ കണ്ടു ഊഞ്ഞാലിൻ്റെ ഇരുത്തി എന്തോ ഒരു സംഭവം പറഞ്ഞ് മീൻകുട്ടി പോയി ഇരുന്നതാണ് കേട്ടോ. മീൻകുട്ടി പേടിച്ചങ്ങോട്ട് നിലവിളിക്കാൻ തുടങ്ങി. എന്നെ നിർത്തുക പറഞ്ഞു. പിന്നെ ഇറങ്ങി വന്ന ശേഷം എനിക്ക് പിന്നെ എന്താ പറയുക, ഒരു 2 കടി ഒരു ചായ പറഞ്ഞു. ഒരു 2 അടിയിൽ നിന്നും മീൻകുട്ടീനെ കളിക്കാൻ ചാടാനും നിർത്തി.